ബാസ ജയിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കാരണം ലാലിഗയിൽ ഇനി ബാസക്കുള്ളതാണ് ലാലിഗ. സോ ഒന്ന് ലാലിഗയിൽ ബാസ വ്യൂസ് വിയറയലാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം ബാഴ്സയ്ക്ക് മസ്റ്റ് വിന്നാണ്. കാരണം ജയിച്ചില്ലെങ്കിൽ പോയിന്റ് ടേബിളിൽ മാറ്റം ഉണ്ടാവും. വിയറയൽ ജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ടേബിൾ വലിയ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ബാഴ്സ തോറ്റാലും ജയിച്ചാലും പോയിന്റ് ടേബിൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം നെക്സ്റ്റ് മാച്ച് റയലിന്റെ മാച്ച് വരുന്നുണ്ട്. സോ അത് കാരണം നെക്സ്റ്റ് അതെ റയൽ ചൊവ്വാഴ്ചയാണ് മാച്ച് നടക്കുന്നത്. ഈ ഒരു മാച്ചിൽ ബാഴ്സ തോക്കുകയും ആ ഒരു മാച്ചിൽ റയൽ വിജയിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിൾ ഒന്നാമതേക്ക് കാരണം 61 പോയിന്റ് മാത്രമേ ഉള്ളൂ ബാസക്ക് നിലവിൽ. ബാഴ്സ ഫാൻ നിനക്ക് എന്താ പറയാനുള്ളത്? ബാസ എന്തായാലും ജയിക്കും. കാരണം വിയറയൽ നല്ല ഫോമിലാണ്. കാരണം കഴിഞ്ഞ അവരുടെ 2 മാച്ച് നോക്കുമ്പോൾ അവർ വിജയിച്ചാണ്. പിന്നെ അതിന് മുന്നേ അവർ തോറ്റിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ബാഴ്സ ഓൾറെഡി വിയറലിനെ അവരുടെ ഹോമിൽ പോയി ഒന്ന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടോട്ടൽ ഒരു നോക്കുകയാണ് ബാഴ്സയും വിയറലും ടോട്ടൽ ഇപ്പോൾ ഒരു 5 മാച്ച് ലാസ്റ്റ് 5 മാച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാഴ്സ 3 വിൻ ചെയ്തിട്ടുണ്ട്. 2 തോൽവിയുണ്ട്. പക്ഷേ ഓൾറെഡി ബാഴ്സയുടെ ഹോമിൽ വന്നിട്ട് ഇവർ ഒരു പൊട്ടാസ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ബാഴ്സ ജയിക്കും. കാരണം ലാലിഗയിൽ ഇത് നിലനിർത്തൽ ബാഴ്സക്ക് 100% വേണ്ടതാണെന്ന് പറയുമ്പോഴും പോയിന്റ് ടേബിൾ ടോപ്പ് 3ൽ നിൽക്കുന്ന 2 ടീമുകൾ തമ്മിലാണ് മാച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രഷറുകൾ ഉണ്ടാവാനുള്ള 51 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുണ്ട്. പക്ഷെ ബാഴ്സക്ക് 61 പോയിന്റ് ഉണ്ട്. 60 പോയിന്റോടെ റിയൽ മാഡ്രിഡ് 2ാമതുമാണ് നിലവിൽ. അതാ പറഞ്ഞു പോയിന്റ് ടേബിളിൽ ഇപ്പോൾ ടൈറ്റ് മാച്ച് വരാൻ പോകുന്നത് ഈ മാഡ്രിഡ് അതുപോലെ തന്നെ ബാഴ്സ മാച്ചുകൾ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് ഇവർക്ക് ജയിക്കൽ നിർബന്ധമാണ്. പക്ഷെ എന്തായാലും ഒന്ന് ബാഴ്സ ജയിക്കുന്നതാണ് ബാഴ്സ ഫാൻ എനിക്ക് പറയാനുള്ളത്. കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ അൽ നാസർ മാച്ച് ഉണ്ട് നാളെ 1-ാം തീയതി അൽ നാസറിന്റെ മാച്ച് ഉണ്ട്. പിന്നെ ഇന്ന് സിറ്റിന്റെ മാച്ച് ഉണ്ട്. സോ എന്തായാലും നല്ല കുറച്ച് മാച്ചുകളുള്ള ദിവസമാണ്. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് ഉണ്ട്. ആരെങ്കിലും കാണുകയാണെങ്കിൽ കാണാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയാണ് മാച്ച് നടക്കുന്നത്. ഇന്റർകാശി ഓൾറെഡി 2 ഡ്രോ ആയിട്ട് പോയിന്റ് ടേബിളിൽ മിഡിൽ നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ വിജയം കിട്ടിയിട്ടില്ല. ഹോം മത്സരം കളിച്ചിട്ട് നിൽക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് റിസൾട്ട് എന്ന്. ബാഴ്സലോണ മാച്ച് 8:45. നമ്മുടെ റിയൽ മാഡ്രിഡ് ഫാനിനെ ഞാൻ ഈ ഒരു വേളയിൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യാണെന്നല്ലോ, നാട് വിട്ടതാണ്. യുഎസ്എയിൽ കിട്ടുന്ന മാച്ച് അതുകൊണ്ട് നാട് വിട്ടതാണ്. ചൊവ്വാഴ്ച തിരിച്ചു വരുമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.